വെൽക്കം ടു റൈറ്റ് ടൈം ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നിപ്പോൾ 90 ദിവസത്തേക്ക് അടുക്കുകയാണ് ഞാൻ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട്. ഞാൻ തിരുവനന്തപുരത്തിൽ നിന്നാണ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞത്. ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഏകദേശം 3 മാസത്തിലേക്ക് അടുക്കുന്നു. ഇപ്പോൾ റിസൾട്ട് നിങ്ങൾ കാണാം. 3 മാസം കഴിയുമ്പോൾ ഷെഡിങ് പീരീഡ് ആണ്, ഷെഡിങ് ഫേസ് ആണ്. ബട്ട് എനിക്ക് ഷെഡിങ് ഫേസ് മാറി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പം മുടി കിളർത്ത് വരുന്നുണ്ട്, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. 65 ദിവസമായപ്പോൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനെക്കാട്ടിയും കുറച്ചുകൂടെ 90 ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 4500 ഗ്രാഫ്റ്റാണ് ഞാൻ എൻ്റെ തലയിൽ ചെയ്തിട്ടുള്ളത്. 4550 സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എൻ്റെ തലയിൽ ഞാൻ നട്ടിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 3 മാസം അടുപ്പിച്ചാവാറായി. എന്തായാലും 6 മാസം ആകുമ്പോഴേക്കും ഫുൾ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഫുൾ റിസൾട്ടല്ല, അത്യാവശ്യം കോൺഫിഡൻസ് കിട്ടുന്നത് 6 മാസമൊക്കെ ആകുമ്പോഴായിരിക്കും. 1 കൊല്ലം 2 മാസമൊക്കെ ആകുമ്പോഴാണ് ഫുൾ റിസൾട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും കിട്ടാറുള്ളത്. പിന്നെ ഓരോരുത്തർക്കും ഷെഡിങ് ഫേസ് ഡിഫറെൻ്റ് ആയിരിക്കും. ചിലവർക്ക് 4 മാസം വരേക്കും മുടി കൊഴിഞ്ഞിട്ട് പിന്നെ ആയിരിക്കും മുടി കിളർത്ത് വരാൻ തുടങ്ങുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 50 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശമൊക്കെ 45-48 ദിവസമൊക്കെ കംപ്ലീറ്റ് മാറി. ഇപ്പോൾ ഗ്രോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ സൈഡ് മുടി കട്ട് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും മുടി കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം രണ്ടായിട്ട് ലെങ്ത് ആയിട്ടുണ്ട്. 3 മാസം എടുത്തപ്പോൾ ഡോക്ടറോട് ചോദിച്ചിട്ടാണ്, കൺസൾട്ട് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത്. 2 സൈഡ് മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ ഒരിക്കലും മുടി വെട്ടാനോ ഒന്നും 6 മാസത്തേക്ക് ഒന്നും പാടില്ല. അപ്പോൾ സൈഡ് മാത്രം കുറച്ചൊന്നും എടുത്തിട്ടുണ്ട്. കാരണം വളർന്ന് വൃത്തികേടായതുകൊണ്ടാണ് അത് ചെയ്തത്. പിന്നെ ഇപ്പോൾ പറയാനുള്ളത്, കുറച്ച് എന്തായാലും ഹാപ്പിയാണ്. മുടി ഇങ്ങനെ കിളിർത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാണാം, എല്ലായിടത്തും വന്നിട്ടുണ്ട്. കാരണം എൻ്റെ ഹെഡ് ഇതുപോലെയായിരുന്നു, കണ്ണാടി കണക്കായിരുന്നു. ഇറക്കി കുറച്ച് അങ്ങ് ഇങ്ങൊക്കെ ഉള്ളായിരുന്നു മുടി. ഞാൻ 7th ഗ്രേഡ് ബാൾഡ് ഹെഡായിരുന്നു. ഇപ്പോൾ ഏകദേശം 4550 വെച്ചിട്ട് ഇത്രത്തോളം കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ബയോട്ടിൻ ടാബ്ലറ്റ്സും മിനോക്സിലും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഫിനാസ്റ്റേറ്റ് ടാബ്ലറ്റ്സ് അതും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ആഴ്ചയിൽ 2 തവണ മറ്റേ നോൺ സ്കർഫിൻ്റെ ലോഷൻ ഉപയോഗിച്ച് നൈറ്റ് അപ്ലൈ ചെയ്തിട്ട് രാവിലെ ഷാമ്പൂ ഇട്ട് കഴുകാറാണ്. പിന്നെ ബേബി ഷാമ്പൂ അല്ല യൂസ് ചെയ്യുന്നത്, കറ്റക്കോണേഴ്സിൻ്റെ 2% ഷാമ്പൂ ആണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടും നല്ലൊരു ഡിഫറൻറ്റ് ഇപ്പോൾ ഉണ്ടാവാറുണ്ട്. എന്തായാലും നല്ലൊരു മാറ്റമാണ് എന്നെ സംബന്ധിച്ചിട്ടുണ്ടായിട്ടില്ല. എന്തായാലും കോൺഫിഡൻസ് ആയി വരുന്നത് ഒരു 6 മാസം കഴിയുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് നമുക്കൊരു മുടിയിൽ എന്താ പറയുക കിട്ടുന്നത്. എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്താ പറയുക, ഞാൻ ഇപ്പോൾ മാലിദ്വീപിലാണുള്ളത്. അവിടെ ജോലി ചെയ്യണം. പിന്നെ 1 കൊല്ലം ഇവിടുത്തെ വെള്ളം പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ മിനറൽ വാട്ടറിലാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഏരിയ മാത്രം മിനറൽ വാട്ടറിലാണ് ഞാൻ വാഷ് ചെയ്യാറ്. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മറ്റു വെള്ളം ഞാൻ ഇവിടെ മറ്റ് സ്ഥലങ്ങളിൽ മാത്രം ഉപയോഗിച്ച ശേഷം തലയുടെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ശേഷം മിനറൽ വാട്ടറിലാണ് കഴുകിക്കളയാറ്. അല്ലെങ്കിൽ നമുക്കത് 6 മാസം വരെ നമ്മൾ അത്രയും കെയർ നോക്കണം. മുടിയെ സംബന്ധിച്ചിടത്തോളം ഒരു 3 മാസമെങ്കിലും മാക്സിമം അത്രത്തോളം നമ്മൾ കെയർ നോക്കിയേ പറ്റത്തുള്ളൂ. ഇപ്പോൾ എന്തായാലും നല്ലൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഹെയറിൽ അങ്ങനെ പൊഴിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ 3 മാസത്തിലെ എൻ്റെ റിസൾട്ട്. 3 മാസം ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഉള്ള റിസൾട്ടാണ് ഇനി. അപ്പോൾ അടുത്ത വീഡിയോ വരെ കാണും വരയ്ക്കും ബൈ.